ലോക ചരിത്രത്തിൻ്റെ പുസ്തകക്കെട്ടുകൾക്കിടയിലെങ്ങും കാണാനിടയില്ലാത്ത കാലത്തിൻ്റെ ഈ പുസ്തകത്താളുകളിൽ ഒരുപാട് കഥകളും കഥാപാത്രങ്ങളുമുണ്ട്. ഇവയിൽപ്പെടുന്നു ഹാലോവിൻ ഭൂതങ്ങൾ. ഭൂതങ്ങളെ നിങ്ങൾക്കിഷ്ടമാണോ? രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോകുന്ന ഭൂതങ്ങളെ ആരാണ് ഇഷ്ടപ്പെടുക അല്ലേ? എങ്കിലും ചില കഥകളിലെ ചില ഭൂതങ്ങളോട് അറിയാതൊരിഷ്ടം തോന്നിയിട്ടില്ലേ? ഈ കഥയിലുമുണ്ട് രണ്ട് ഭൂതങ്ങൾ, ബൂവും ഭൂവും. ക്രിസ്റ്റഫറിനെയും കുടുംബത്തെയും വഴിതെറ്റിക്കാൻ നിയുക്തരായ അവർ മടിപിടിച്ച് കിടന്നുറങ്ങുകയാണ്. ഇവരുടെ കഥ ഇതാ. അവൻ എന്തായി ചെയ്യുന്നേ? അവൻ വീടുണ്ടാക്കി കളിക്കുക. അവന്റെ ഒരു വീടുണ്ടാക്കല്.
ഓ, അത് ആൻഡ്രൂസിന്റെ വീട്ടിലെ വേലക്കാരനല്ലേ? ആൻഡ്രൂസിനുള്ള മദ്യം വാങ്ങിച്ചോണ്ടുള്ള പോക്കാ. ഓ, എത്ര നാളായി ഒരല്പം മദ്യം കഴിച്ചിട്ട്. എനിക്കൊരു ബുദ്ധി തോന്നുന്നുണ്ട്. എന്താ? കൊള്ളാം കൊള്ളാം, നല്ല ബുദ്ധി. ഒന്ന് നിന്നേ. നീ ആൻഡ്രൂസ് അങ്കിളുടെ വീട്ടിലെ ജോലിക്കാരനല്ലേ? അതെ. നിന്റെ വീടിന്റെ അടുത്തുള്ള ജോണിയില്ലേ, അവന്റെ ചെങ്ങാതിയാ ഞാൻ. ആ, ഞാൻ ജോണിയെ തിരക്കി ഇറങ്ങിയതാ. നീ അവനെങ്ങാനും കണ്ടായിരുന്നോ? ഇല്ല. വേണ്ട ജോണി. വാ, നമുക്ക് അവൻ എന്നാ ചെയ്യണം നോക്കാം. അയ്യോ, ഞാനില്ല. താമസിക്കില്ലേ? വാ, നമുക്കൊരു സൂത്രപ്പണി ഒപ്പിക്കാം. നമുക്ക് അവനെ ഒന്ന് പറ്റിക്കാം. താമസിച്ച മുതലാളി എന്നെ വഴക്ക് പറയും. ഞാനല്ലേ പറയുന്നത്, നീ വാ. നീ മുമ്പിൽ നടന്നു, ശബ്ദമുണ്ടാക്കരുത്. നീയോ? എടാ നിന്നെ നിക്കടാ, നിക്കാനാ പറഞ്ഞേ. നാശം പിടിച്ചവൻ എവിടെ പോയി കിടക്കുക? അവനിങ്ങ വരട്ടെ. നീ എവിടെ പോയി കിടക്കുവായിരുന്നടാ? സാധനം എവിടെ? അത് മദ്യം ഞാൻ വീണപ്പോ താഴെ വീണ പോയി. നാശം പിടിച്ചവനെ കൊണ്ട കളഞ്ഞിട്ട് വന്നിരിക്കുന്നു. ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ നിന്ന്. ഇറങ്ങിപ്പോടാ. എന്നോട് ക്ഷമിക്കണം. പോടാ നാശം പിടിച്ചവനെ. മുതലാളി എന്നോട് ക്ഷമിക്കണം. പോടാ. ജോണി, നീ ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഞാൻ പിന്നെ കഴിച്ചോളാം. ഞാൻ അപ്പന് ഭക്ഷണം കൊടുത്തിട്ട് വരാം. നീ കഴിക്കുന്ന കൂട്ടത്തിൽ അവനും കൂടി എടുത്തു കൊടുക്കണം. ശരി അമ്മേ. ജോണി, നീ ഇത് എന്തായി ഉണ്ടാക്കുന്നത്? ഹോ, നിന്റെ ഒരു ഗമ. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാ. ഇവന്റെ ഒരു നശിച്ചുറക്കം. എനിക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ. എടാ മണ്ടം ഭൂതമേ, എണീക്കേ. എന്താ വല്ല ബുദ്ധി ഉദിച്ചോ? നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങാതെ എന്തെങ്കിലും ആലോചിക്കേ. രാവിലെ നല്ലൊരു അവസരം കിട്ടിയതായിരുന്നു, പക്ഷെ ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ല. അത് നിന്റെ കുഴപ്പം കൊണ്ടാ. ഏ? ഞാൻ നല്ലൊരു ബുദ്ധി ഉപദേശിച്ചല്ലേ. അത് പൊട്ട ബുദ്ധി ആയതുകൊണ്ടാ. നല്ല ബുദ്ധി കൊണ്ട് ആലോചിക്ക്. എടാ നീ ഒരു കാര്യം ചെയ്യും, ആ ജോണിയെ ചെന്ന് കാണാം. എന്നിട്ട് ജോണിയെ പിരികേറ്റി അവൻ ആ വേലക്കാരനോടുള്ള ദേഷ്യം കൂട്ടണം. എന്നിട്ട് നീ അവരെ കൂട്ടി ആൻഡ്രൂസിന്റെ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കിക്കേ. കൊള്ളാം കൊള്ളാം, നല്ല ബുദ്ധി.
ജോണി, നിനക്ക് ഇന്നൊന്ന് കഴിക്കണ്ടേ? എനിക്ക് വിശപ്പില്ല. നീ മര്യാദയ്ക്ക് വന്ന് ഭക്ഷണം കഴിച്ചോ, ഇല്ലെങ്കി അമ്മ വരുമ്പോ നല്ല വഴക്ക് കിട്ടും. വഴക്ക് കിട്ടുമ്പോ പഠിച്ചോളും. ജോണി, ആ ബൂവോ, കേറി വാ. ബൂ, ഇത് കണ്ടോ, ഞാൻ ഉണ്ടാക്കിയതാ. നോക്കട്ടെ. നീ തന്നെ ഉണ്ടാക്കിയതാണോ? ഓ, മനോഹരമായിരിക്കുന്നു. ചേച്ചി എന്താ പിണങ്ങിയിരിക്കുകയാണ്? ഞാൻ ഇത് ഉണ്ടാക്കുന്ന കണ്ട് അവൾക്ക് എന്നോട് അസൂയ. അവൾക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. പക്ഷെ അന്ന നന്നായി തുന്നൂലോ. തുന്നാൻ എനിക്കും അറിയാം. ചുമ്മാ അത് പറയാതെ ജോണി. സത്യം, എനിക്ക് ശരിക്കും അറിയാം. എന്നാ ഒന്ന് കാണിച്ചു തന്നെ. ചേച്ചി ഒന്ന് തന്നെ, ഒന്ന് താ. ഞാൻ തുന്നിക്കൊണ്ടിരിക്കുന്നത് നിനക്ക് കാണത്തില്ലേ? കണ്ടോ കണ്ടോ, നീ ഭയങ്കര കഴിവുള്ളവൻ തന്നെ. ഇന്ന് വരുന്ന വഴി ഞാൻ ആൻഡ്രൂസിന്റെ വീട്ടിലെ വേലക്കാരനെ കണ്ടു. അവന്റെ ഭാവം കണ്ട അവൻ അവിടത്തെ മുതലാളിന്ന് തോന്നും. അവൻ ഭയങ്കര വഴക്കാളിയാ. അതെ അതെ. അവൻ ഇന്ന് രാവിലെ എന്നോട് വഴക്കിടാൻ വന്നു. നിന്നോട് വഴക്കിടാൻ വന്നു? എന്നാ അവനെ വെറുതെ വിടരുത്. ജോണി, നീയോ? ജോണി, എനിക്ക് വിശക്കുന്നു. ഞാനിതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. എനിക്കിതിരി ഭക്ഷണം തരുമോ? കൊടുക്കരുത് കൊടുക്കരുത്, ഇതവന്റെ അടവാ. അവൻ വീണ്ടും വഴക്കിടാൻ വന്നിരിക്കുക. നീ വീണ്ടും വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുവാണോ? അത് ബൂ പറഞ്ഞിട്ടാ. ബൂ പറഞ്ഞിട്ടോ? വെറുതെ വഴക്കുണ്ടാക്കാൻ പറയുക. വേണ്ട, നീ അടവൊന്നും ഇറക്കേണ്ട. നിനക്ക് ഞാൻ പച്ച വെള്ളം തരികയല്ല. പോടാ ഇറങ്ങി. ജോണി, എന്താ ഇത്? വരൂ, ഞാൻ ഭക്ഷണം തരാം. കൊടുക്കരുത് കൊടുക്കരുത്. അതെന്റെ ഭക്ഷണം, എനിക്ക് വേണം. നിനക്ക് വിശക്കുന്നില്ലെന്നല്ലേ പറഞ്ഞത്? എനിക്കിപ്പോ വിശക്കുന്നുണ്ട്. ആ കുട്ടിക്ക് കൊടുക്കാനുള്ള ഭക്ഷണം കൂടി അതിലുണ്ട്. അത് മുഴുവൻ എനിക്ക് വേണം. ഇല്ല, ഞാൻ ഭക്ഷണം തരത്തില്ല. വഴക്കുണ്ടാക്കാതെ നീ പോ. ജോണി, വിശന്നു വരുന്ന ഒരാൾക്ക് ആഹാരം കൊടുക്കാതിരിക്കുന്നത് വലിയ തെറ്റാ. നിന്നോട് അവൻ രാവിലെ വഴക്കുണ്ടാക്കാൻ വന്നതല്ലേ? നിനക്ക് അവനെ തല്ലാൻ വയ്യായിരുന്നു. ചേച്ചേ എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. സമയത്തിന് ബുദ്ധി പ്രയോഗിക്കണം. അല്ലേലീ മണ്ടത്തലയ്ക്കകത്ത് എവിടെയാ ബുദ്ധി? ആര് പറഞ്ഞു ബുദ്ധിയില്ലെന്ന്? എനിക്ക് ഭയങ്കര ബുദ്ധിയാ. എടാ മണ്ടച്ചാരെ, നിനക്ക് ബുദ്ധിയൊന്നുമില്ല. ഉണ്ടായിരുന്നല്ലേ ആ പിള്ളേര് അവിടെ കിടന്ന് തമ്മി തല്ലി ചത്തേനെ. ജോണിനെ കൊണ്ട് വഴക്കുണ്ടാക്കിക്കാൻ എല്ലാ സൂത്രപ്പണി ഒപ്പിച്ചത് ഞാനാ. എന്നിട്ട് വഴക്കുണ്ടായോ? ഇല്ല. അതാ പറഞ്ഞ നിനക്ക് ബുദ്ധിയില്ല. എന്നാലും ഞാൻ അവനെ കൊണ്ട് തെറ്റ് ചെയ്യിച്ചില്ലേ? അതേതായാലും നന്നായി. അതുകൊണ്ട് പാതിരാനാഴിക ആവുമ്പോഴേക്കും നിന്റെ ദേഹത്ത് മുഴ വരില്ലല്ലോ. അതെ അതെ, ഭാഗ്യം. വേദന തിന്നണ്ടല്ലോ. പക്ഷേ പാതിരാനാഴികക്ക് മുമ്പ് അവൻ തെറ്റ് തിരിയാ. അയ്യോ, എന്നാ ഞാനിന്ന് വേദനയിന്ന് ചാവും. ഇവിടെ ഇരുന്ന് പോകാതെ നമുക്ക് അങ്ങോട്ട് ചെല്ലാം. അഥവാ അവർ തെറ്റ് തിരുത്താൻ ശ്രമിച്ചാൽ നമുക്ക് തടയാമല്ലോ. ശരിയാ, എങ്കിൽ വേഗം വാ. ഇവൻ ആൻഡ്രൂസിന്റെ വീട്ടിലെ ജോലിക്കാരനാ. ഇവനെ ആൻഡ്രൂസ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇവൻ വിശന്ന് തളർന്ന് നമ്മുടെ ആട്ടിൻകുട്ടി കിടക്കായിരുന്നു. ഞാനിങ്ങ കൂട്ടിക്കൊണ്ടു പോകും. നല്ലത് സാറാ. നീ അവന് ഭക്ഷണം വിളമ്പി കൊടുക്ക. അപ്പ, ഈ കുട്ടി വൈകുന്നേരം ഭക്ഷണം ചോദിച്ചോട്ട് വന്നിരുന്നു. പക്ഷേ ഈ ജോണി കൊടുത്തില്ല. എന്താ ജോണി അങ്ങനെ ചെയ്തത്?
ഇവൻ ഭയങ്കര വഴക്കാളിയാണപ്പാ. ഇവൻ രാവിലെ എന്നോട് വഴക്കിടാൻ വന്നു. എന്തു തന്നെയായാലും വിശന്നു വരുന്ന ഒരാൾക്ക് ആഹാരം കൊടുക്കാതിരിക്കരുത്. കുട്ടികൾ വഴക്കുണ്ടാക്കുകയും പിണങ്ങുകയും ഒക്കെ സാധാരണമാ. പക്ഷേ ആ പിണക്കം നീട്ടിക്കൊണ്ടു പോകുന്നത് വലിയ തെറ്റാ. യേശുദേവൻ പറഞ്ഞ ഒരു വചനമുണ്ട്, നിന്റെ കോപം സൂര്യാസ്തമയം വരെ നീളാതിരിക്കട്ടെ. അത് പിന്നെ ഇവൻ വഴക്കുണ്ടാക്കാൻ വന്നതാന്ന് കരുതിയാ. ജോണി, നമുക്ക് ദൈവം തന്നിരിക്കുന്നതൊക്കെ നമുക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല. അത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാൻ നാം ബാധ്യസ്ഥരാണ്. ഒരിക്കൽ യേശുദേവൻ ജനങ്ങളോട് പറഞ്ഞ ഒരു ഉപമയുണ്ട്. ഒരിടത്ത് ഒരു യജമാനുണ്ടായിരുന്നു. അയാളുടെ ഭൃത്യന്മാരിൽ ഒരാൾക്ക് ഒരിക്കൽ 1000 താലന്ത് അയാൾ കടം കൊടുത്തു. വേഗം ഇവന്റെ ഭാര്യയെയും മക്കളെയും സമസ്ത വസ്തുക്കളും വിറ്റ് കടം വീട്ടാൻ ഏർപ്പാട് ചെയ്യൂ. വേഗം. എന്റെ കച്ചവടം വളരെ നഷ്ടത്തിലായിരുന്നു. ദയവായി എന്റെ സമ്പത്ത് വിറ്റഴിക്കരുത്. ഞാൻ എത്രയും വേഗം എല്ലാം തന്നു വീട്ടിക്കോളാം. ഇല്ല, നിനക്കിനി ഒരു ഇളവ് ഞാൻ തരില്ല. വേഗമാകട്ടെ. പറഞ്ഞത് കേട്ടില്ലേ? നിൽക്കൂ. നിനക്ക് ഞാൻ ഒരു ഇളവ് നൽകുന്നു. ഇവന്റെ കണ്ണുനീർ സത്യമാണെന്ന് തോന്നുന്നു. വേഗം ഇവനെ വിട്ടയേക്കൂ. മണ്ടൻ രാജാവ്, ഞാനിനി എന്നത് തിരിച്ചു കൊടുക്കാൻ? പ്രഭു, ഇവൻ നമുക്ക് 100 ദിനാറ് തരാനുണ്ട്. ഇപ്പോൾ മാസം 1 എടാ കീടമേ, നീ നമുക്ക് 100 ദിനാറ തരാനുണ്ടെന്നോ? അയ്യോ, വീട്ടാൻ ഒരു വശവുമില്ലാഞ്ഞിട്ടാണ്. ഇളവ് നൽകണം. നാം ഉടനെ വീട്ടിൽ കൊള്ളാം. നീ എങ്ങനെ വീട്ടാൻ? വേഗം ഇവനെ തുറങ്കലിനടയ്ക്ക്. എന്നിട്ട് ഇവന്റെ വീട്ടിൽ അറിയിക്ക്. പണം കിട്ടിയാലേ ഇവനെ വിട്ടയക്കൂ എന്ന്. അയ്യോ അയ്യോ, എന്നെ തുറങ്കലിനടയ്ക്കരുത്. അയ്യോ. ഇയാളുടെ ഭൃത്യനായിരുന്നാൽ ഇയാൾ നമ്മളോട് ഇതുപോലെ തന്നെ പെരുമാറും. വേഗം ഇവനെ തുറങ്കലിനടയ്ക്ക്. എന്തു ദുഷ്ടനാണ് ഇയാൾ. നമുക്ക് രാജാവിനെ അറിയിക്കാം. നീ എന്നോട് കേണപേക്ഷിച്ചതുകൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളവ് തന്നു. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? അയ്യോ അയ്യോ, എന്നെ തുറങ്കലിനടയ്ക്കരുത്. അയ്യോ. വേഗം വേഗം ഇവനെ തുറങ്കലിനടയ്ക്കും. ഇനി ഇവന് ഒരിളവും കിട്ടുകയില്ല. വേഗമാകട്ടെ. ദൈവമാണ് നമ്മുടെ എല്ലാം പൂർണ്ണനായ യജമാനൻ. ഞാൻ പറഞ്ഞ കഥയിലെ യജമാനില്ലേ, അയാൾ കൊടുത്ത 1000 താലന്ത് പോലെയാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഓരോ സമ്പത്തും. അത് നമ്മൾ ഇല്ലാത്തവന് കൊടുക്കാതിരുന്നാൽ ദൈവം നമുക്ക് തന്നതും തിരിച്ചെടുക്കും. അതുകൊണ്ട് നാം എപ്പോഴും കരുണയുള്ളവരായിരിക്കണം. എങ്കിലേ നമുക്ക് കരുണ ലഭിക്കൂ. എന്നോട് ക്ഷമിക്കൂ അപ്പാ. നീ എന്നോടല്ല ക്ഷമ ചോദിക്കേണ്ടത്. വിശന്ന് തളർന്ന് അല്പം ഭക്ഷണത്തിനായി വന്ന ഇവനോടാ. നീ എന്നോട് ക്ഷമിക്കില്ലേ? ഇന്നിനി നീ ആൻഡ്രൂസിന്റെ അടുത്തേക്ക് പോകണ്ട. അയാൾ മദ്യത്തിന്റെ ലഹരിയിലായിരിക്കും. നാളെ രാവിലെ അയാളുടെ ലഹരി ഇറങ്ങിക്കഴിയുമ്പോൾ നീ ചെന്നാ മതി. അപ്പോ അയാൾക്ക് നിന്നോട് ക്ഷമിക്കാൻ കഴിയും. അയാളുടെ മദ്യപാനമാണ് അയാളുടെ നാശത്തിന് കാരണം. അതുകൊണ്ട് നീ കഴിയുന്നതുപോലെ അയാളുടെ ആ ശീലം മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. ശ്രമിക്കാം അങ്കിൾ. നീ കൈ കഴുകിയിട്ട് വാ, നമുക്ക് പ്രാർത്ഥിച്ചു കിടന്നുറങ്ങാം. വാ. കുറെ നാളായിട്ട് ഞാൻ കരുതുക ചേട്ടന്റെ കൂടെ കൂടണം. എനിക്കൊരു ചേട്ടനുണ്ട്, ക്രിസ്റ്റഫർ. ഒരു തുള്ളി മദ്യം പോലും കഴിക്കുകയില്ല, മറ്റാരെ കൊണ്ട് കഴിക്കാനും സമ്മതിക്കത്തില്ല. പക്ഷെ അയാളാ ചേട്ടന്റെ വേലക്കാരനെക്കാൾ വഷളൻ. വേലക്കാരനാണ് പോലും വേലക്കാരൻ. എങ്ങാണ്ട് നിറങ്ങാൻ പോയിരിക്കുക. അവന്റെ വിചാരം അവരില്ലെങ്കിൽ എനിക്ക് മദ്യം കിട്ടില്ലെന്നാ. അവൻ പോയാ പോട്ടെ, ചേട്ടന് വേണ്ട മദ്യം ഞാൻ കൊണ്ടുതരും. അതേടാ, നീയാ എന്റെ എല്ലാ. ആരും എനിക്കെതിരെ പ്രാർത്ഥിക്കുന്നുണ്ട്.
എടാ മടിയൻ ഭൂതങ്ങളെ, നിങ്ങളോ ജോലി ചെയ്യുന്നില്ല, എന്നിട്ട് ഓരോ വിടുന്നങ്ങൾ കാണിച്ച് ആ പയ്യനെ കൂടി നേരെയാക്കുന്നു. ഞങ്ങൾക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടൊന്നും അല്ല. പിന്നെ അത് അയ്യോ 14 ആവാറായി. നീ ചെയ്തതിന് ശിക്ഷ നിനക്ക് കിട്ടിക്കോളും. അവൻ എന്ത് ശിക്ഷയുടെ കാര്യ പറഞ്ഞത്? മഴ മഴ. അയ്യോ,